ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ തന്നെ റോസ്മേരി വാട്ടർ പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ്. അപ്പോൾ നമുക്കതൊന്ന് നോക്കിയാലോ. ഇതിന് രണ്ട് ഇൻഗ്രീഡിയൻസേ നമുക്ക് ആവശ്യമുള്ളൂ. ഒന്നെന്താണ്, ഇതുപോലുള്ള റോസ്മേരി നമുക്ക് ആയുർവേദ കടകളിൽ മേടിക്കാൻ കിട്ടും. ഇതിന് 25 ഗ്രാമിന് വെറും 60 രൂപയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള റോസ്മേരീൻ്റെ ഒരു ബോട്ടിൽ ആവശ്യമാണ്. വാട്ടറുമാണ് വേണ്ടത്. അപ്പോൾ നമുക്കിതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. റോസ്മേരി വാട്ടർ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ തിക്നെസ്സോട് കൂടി നമ്മുടെ മുടി നന്നായിട്ട് വളരും, ബേബി ഹെയർ ഉണ്ടാകും. അതുപോലെ മുടി നന്നായിട്ട് പെട്ടെന്ന് നീളം വെക്കും. അത് നിങ്ങൾ കുറച്ചൊരു 2-3 മന്ത്സ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾക്കിത് ഒരു 15 ദിവസം അടുപ്പിച്ച് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാകും. അപ്പോൾ നമുക്കിത് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും. അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല. റെഡിമെയ്ഡായിട്ടൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അത് യൂസ് ചെയ്യാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് അറിയില്ല. ഞാൻ സാധാരണ ചെയ്യണത് ഇതുപോലെ റോസ്മേരീൻ്റെ ബോട്ടിൽ മേടിച്ചിട്ട് നമുക്ക് എത്ര തവണ വേണമെങ്കിലും ഉണ്ടാക്കാം. കുറച്ച് ആവശ്യം ഉണ്ടാകുള്ളൂ. ഒരുപാട് ബോട്ടിൽ നമുക്കിത് ഇതിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്യാം. കണ്ടില്ലേ, ഞാൻ ഉണ്ടാക്കിയതിൻ്റെ ബാലൻസ് ഇപ്പോഴും ഇത്രയും തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. നമുക്കിതിലേക്ക് ഒരു 2 കപ്പ് വെള്ളമാണ് ആവശ്യമുള്ളത്. അപ്പോൾ 2 കപ്പ് വെള്ളം നമുക്ക് ചൂടാക്കാൻ വേണ്ടി വെക്കാം. 2 കപ്പ് എന്ന് പറയുമ്പോൾ അത് തിളച്ച് ചൂടായൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്കത് 1 കപ്പായിട്ട് കിട്ടും. അതിനുവേണ്ടി നമ്മൾ 1.5 കപ്പ് അല്ലെ 2 കപ്പ് വെച്ചിട്ട് അതിലേക്ക് ഒരു പിടി റോസ്മേരിയും കൂടെ ഇട്ട് കൊടുക്കുക. റോസ്മേരിക്ക് നല്ല സ്മെല്ലായിരിക്കും. അപ്പം നമ്മൾ നന്നായിട്ട് അത്യാവശ്യം ഒന്ന് തിളച്ചൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്ക് തന്നെ നല്ല സ്മെല്ല് നമുക്ക് കിട്ടും. ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് വെക്കണം. കുറച്ച് നേരം ഒന്ന് തിളച്ച് അതിൻ്റെ സത്തൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടി കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒരു അരമണിക്കൂറോളം ഇങ്ങനെ തന്നെ നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. വെള്ളം നന്നായിട്ട് തിളച്ച് അതിൻ്റെ സത്തെല്ലാം ഇറങ്ങുന്നിടം വരെ നമ്മളിങ്ങനെ വെക്കണം. അരമണിക്കൂറോളം ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. അതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് തന്നെ നമുക്കിതിനെ നല്ല രീതിയിൽ റെഡിയാക്കി എടുക്കണം. നല്ല തിളച്ച് വരുമ്പോൾ തന്നെ നമുക്കിതിനെ അടച്ച് വെക്കണം. അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂറോളം ഇങ്ങനെ ഇരിക്കണം. അതിന് ശേഷം നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. നമുക്കറിയാലോ, ഇതിങ്ങനെ ഒരു അരമണിക്കൂർ ആയി കഴിയുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഫ്ലേവർ തന്നെ കിട്ടും. അതായത് നല്ല ഫ്ലേവർ, നല്ല സ്മെല്ല് വരുന്നുണ്ട്, നല്ല റോസ്മേരിയുടെ സ്മെല്ല് വരുന്നുണ്ട്. ഒരു കട്ടൻ ചായയുടെ രീതിയിൽ നമുക്കിത് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് പിറ്റേ ദിവസത്തേക്കാണ് ഉപയോഗിക്കാൻ നല്ലത്. നമ്മളിതൊന്ന് തണുക്കാൻ വെക്കണം. നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പം ഒരു ഹൈ ഫ്ലെയിമിലിട്ട് കുറച്ചും കൂടി ഒന്ന് തിളച്ച് അതിനെ ഒരു കാച്ചി കുറുക്കി അതൊരു 1 കപ്പായിട്ട് എടുക്കണം. അപ്പം നമ്മൾ ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ഫ്ലെയിമൊക്കെ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓവർനൈറ്റ് ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ വെക്കുന്നതാണ്. കാരണം റോസ്മേരി നന്നായിട്ട് തിളച്ചിട്ട് അത് പെട്ടെന്ന് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ സത്തൊന്നും ഇറങ്ങത്തില്ല. അപ്പോൾ ഇതാവുമ്പോൾ ഒരു ദിവസം ഫുള്ള് വെക്കുകയാണെങ്കിൽ നമുക്കൊരു ഓവർനൈറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് നന്നായിട്ട് അതിൻ്റെ സത്തൊക്കെ ഇറങ്ങി ഒരു കട്ടൻ ചായയുടെ ഫ്ലേവറിൽ കിട്ടും. ഇപ്പം നമ്മൾ ഉപയോഗിക്കരുത്, തണുക്കാനായിട്ട് വയ്ക്കാം. ആയിട്ടുള്ള റോസ്മേരി നമുക്കൊരു സ്പ്രേ ബോട്ടിലിലേക്ക് മാറ്റാം. കണ്ടില്ലേ, കറക്റ്റ് നമ്മളൊരു കട്ടൻ ചായയുടെ പോലെയല്ലേ നമുക്കിത് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ
റോസ്മേരി വാട്ടർ റെഡി ആയിട്ടുണ്ട്. കണ്ട, ഇതുപോലൊരു സ്പ്രേ ബോട്ടിലിൽ ഇത് ഒഴിച്ച് വെക്കുക. എന്നിട്ട് നമുക്കിതിങ്ങനെ നന്നായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിങ്ങനെ വെറുതെ നമ്മുടെ കണ്ടോ കുളിക്കുന്നതിനൊക്കെ തൊട്ട് മുമ്പായിട്ട് ഒരു അരമണിക്കൂർ മുമ്പ് നമുക്ക് ഇങ്ങനെ വെറുതെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ സ്കാൽപ്പിലേക്ക് നന്നായിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജെൻറ്റിലായിട്ടൊന്ന് മസാജ് ചെയ്യുക. അങ്ങനെ നിങ്ങളൊരു 15 ഡേയ്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും. പിന്നെ നമ്മുടെ ബേബി ഹെയർ ഒക്കെ വരാൻ വേണ്ടി നെറ്റി കയറുന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിവിടെ ഒക്കെ ആയിട്ട് ഈ സൈഡിലും നമുക്ക് തിക്നെസ് കുറവുള്ള ഭാഗത്തൊക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നന്നായിട്ട് നമുക്ക് പുതിയ ഹെയറുകളൊക്കെ വരും. അപ്പോൾ നിങ്ങളിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. ഒരു 2-3 മന്ത്സ് ആകുമ്പോഴത്തേക്ക് അടിപൊളി റിസൾട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത ദിവസം വേറൊരു വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ. അതിനു മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ടിപ്സൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത ദിവസം വേറൊരു വീഡിയോയുമായി കാണും വരെ ബൈ ബൈ.